ഡോക്ടർ എങ്ങനെയാണ് ഈ ഒരു യുണീക്കായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് വരാനുള്ളൊരു കാരണം എന്താ? എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, ഷുഗർ ഉണ്ടാകുന്നത് മധുരം അധികം കഴിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് നിയന്ത്രിക്കാനായിട്ട് വെജിറ്റേറിയൻ ഫുഡ് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുമല്ലേ? ഒരു പരിധിയല്ല, ഒരുപാട് ഹെൽപ്പ്. ഹെൽപ്പ് ചെയ്യും. ആ പേഷ്യൻറ്റിന് എന്ത് ചെയ്താലും ഉണ്ടല്ലോ ഷുഗർ കുറയില്ല. ഷുഗറും കൊളസ്ട്രോളും ബി പിയും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുമോ, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കും, ഒബ്വിയസ്ലി. ഈവൻ ഐ തിങ്ക് 8th or 9th ഡേ ഞാൻ നോക്കിയപ്പം മമ്മിക്ക് ഷുഗർ ഇസ് നോർമൽ ആൻഡ് ഫസ്റ്റ് ടൈം ഇൻ ഹർ ലൈഫ് പ്രഷർ ഇസ് നോർമൽ. വെൽക്കം ടു ജെയിൻസ് പോഡ്കാസ്റ്റ്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ ഹർഷയാണ്. ഡോക്ടർ വർഷങ്ങളായിട്ട് മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഡോക്ടറുടെ അമ്മ 40 വർഷത്തിലധികമായിട്ട് ഡയബറ്റീസ് ബി പി പേഷ്യൻ്റായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ കണ്ടീഷൻസ് വളരെ മോശമായി. ഒരു കണ്ണിൻ്റെ കാഴ്ച അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഡോക്ടർക്ക് പഠനങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ടതായിട്ട് വന്നത്. ഡോക്ടർ പഠിച്ച കാര്യങ്ങളും വെച്ചിട്ടൊരു പുതിയൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഡോക്ടർ ഡെവലപ്പ് ചെയ്തു. അത് അമ്മയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകി. അമ്മ കൃത്യമായിട്ടത് ഫോളോ ചെയ്തു. അമ്മ ഫോളോ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അമ്മയുടെ ഷുഗറും പ്രഷറും നോർമലായി. അപ്പം അങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ഇൻസ്പിറേഷൻ സ്വന്തം അമ്മയിൽ നിന്നാണ് ഡോക്ടർക്ക് ലഭിച്ചത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഡോക്ടറുമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ലെറ്റ്സ് എൻജോയ് ദി പോഡ്കാസ്റ്റ്. ഓക്കെ ഡോക്ടർ, ഇപ്പം കൃത്യമായിട്ട് ഒരാൾ ഭക്ഷണം കഴിക്കുന്നു, കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കുന്നു, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നു, പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് ഷുഗർ നോർമൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ശരിക്കും എന്താണ് അതിൻ്റെ ഒരു റീസൺ? ആക്ച്വലി എല്ലാവരുടെയും ഒരു ധാരണയുണ്ട്, ഷുഗർ ഉണ്ടാകുന്നത് മധുരം അധികം കഴിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടാണെന്നുള്ളത്. കുറേയൊക്കെ സത്യമാണ്. പക്ഷേ ഒട്ടും ഷുഗർ ഇല്ലാത്തൊരു വ്യക്തിക്ക് മധുരം എത്ര കഴിച്ചാലും ഷുഗർ ഉണ്ടാവത്തില്ല. ദാറ്റ് ഇൻടേക്ക് ഓഫ് ഷുഗർ ഈസ് നത്തിങ് റിലേറ്റഡ് ടു ഡയബറ്റീസ്. പക്ഷേ ഇഫ് യു സീ, ഷുഗർ ഒരു മനുഷ്യന് ഉണ്ടാവാനായിട്ട്, അതായത് ഡയബറ്റിക് ആവാനായിട്ട് പല കാരണങ്ങളാണ്. ദിസ് ഈസ് നോട്ട് ദ ഓൺലി റീസൺ. അതായത് ഭക്ഷണത്തിൽ മധുരം കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ എക്സസൈസ് ഇല്ലാത്തതുകൊണ്ടോ അതൊരു കാരണമാണ് ഷുഗർ ഉണ്ടായതിനു ശേഷം. പിന്നെ അതുകൂടാതെ വൺ ഓഫ് ദി മെയിൻ റീസൺ ഈസ് ദാറ്റ് സ്ട്രെസ്. ഇതർ സ്ട്രെസ്, ടെൻഷൻ, വേ ഓഫ് തിങ്കിങ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡീനെ ഇഫക്റ്റ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ദ പേഴ്സൺ ഈസ് ഹാവിങ് ഗുഡ് ഫുഡ്, നോർമൽ ഫുഡ്, ഡൂയിങ് എക്സസൈസ്, എവറിത്തിങ് ഈസ് ഓക്കെ, പക്ഷേ ഹി ഈസ് അൺഎബിൾ ടു കൺട്രോൾ. ഈ പേഴ്സൺ എന്താണെന്നറിയോ, മേ ബി ഫ്രം മോർണിംഗ് ടിൽ ഈവനിങ് മേ ബി ഹി ഈസ് സ്ട്രെസ്ഡ് ഫോർ സംതിങ്. എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ബോഡിയിൽ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ പേഷ്യൻറ്റിന് എന്ത് ചെയ്താലും ഉണ്ടല്ലോ ഷുഗർ കുറയില്ല. ദ റീസൺ ഇസ് ദാറ്റ് ഈ സമയത്ത് നമ്മൾ ടെൻഷനായിട്ടോ സ്ട്രെസ്സായിട്ടോ ഇരിക്കുമ്പോൾ ബോഡിയിൽ ഒരു ഹോർമോൺ റിലീസ് ആകും, ദാറ്റ് ഈസ് കോർട്ടിസോൾ. കോർട്ടിസോൾ ഒരു സ്റ്റിറോയിഡാണ്. അപ്പോൾ ഈ സ്റ്റിറോയിഡ് വാട്ട് ഇറ്റ് ഡസ്, ഇറ്റ് ഇൻക്രീസസ് ദ ഷുഗർ ലെവൽ ഇൻ ദ ബോഡി. അപ്പോൾ എങ്ങനെ ഷുഗർ കുറയും? കുറയില്ല. ദാറ്റ് ഇസ് ദ റീസൺ. സോ ഓൺലി നോട്ട് ഫുഡ്, ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി വൺ ഹാവ് ടു ബി പെർഫെക്റ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഷുഗറിൽ നിന്ന് പൂർണ്ണമായിട്ടും രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് ഗ്രാജുവലി എല്ലാ വർഷവും, ഇഫ് യു ടേക്ക് ദ സെൻസസ് യു ക്യാൻ സീ ദാറ്റ് ഷുഗർ ഓർ പ്രഷർ ഇസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. നമ്മൾ കഴിഞ്ഞ വർഷത്തെയോ അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പത്തെ നോക്കുകയാണെങ്കിൽ, ഈവൻ ഇഫ് യു സീ ദ സെൻസസ് ബിഫോർ 50 years or 100 years, ഇത്രയും പെർസെൻറ്റേജ് ഓഫ് ഷുഗർ പേഷ്യൻ്റ് ഇല്ലായിരുന്നു അന്ന്. ബട്ട് ദിസ് ടൈം ഗ്രാജുവലി ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അതിലും പല കാരണങ്ങളുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് തോന്നുന്നു നമ്മൾ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺ ഈസ് അവർ ലൈഫ് സ്റ്റൈൽ. വി ആർ ഡേ ബൈ ഡേ വി ആർ ഗെറ്റിംഗ് മോഡേണൈസ്ഡ് ആൻഡ് വി ആർ മൂവിങ് ഇൻ ടു ലക്ഷറിയസ് ലൈഫ്. അപ്പം നമ്മൾ പുരോഗമിക്കുകയാണ്. അത് നമ്മുടെ തോട്ട് പ്രോസസ്സാണ് ആക്ച്വലി. വി ആർ സീയിങ് ആൻഡ് വി ആർ ഗോയിങ് ഇൻ ടു പ്രോഗ്രസ്. ബട്ട് ഓൺ ദ അതർ സൈഡ് എന്താ പറ്റുന്നറിയോ, നമ്മൾ പ്രോഗ്രസ്സിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് എ ഫാക്ട്. സയൻസ് ഈസ് ഡെവലപ്ഡ്, മെഡിസിൻസ് ആർ ഡെവലപ്ഡ്, ലോട്ട് ഓഫ് തിങ്സ് ഗ്രാജുവലി വേൾഡിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓൺ ദ അതർ സൈഡ് ഇതിൻ്റെ ചെറിയ ചെറിയ സൈഡ് ഇഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഒരു നല്ല സാധനം കണ്ടു, നമ്മളത് മേടിച്ചു. ദറ്റ് പീപ്പിൾ വാട്ട് ദേ വാണ്ട്, ദേ വാണ്ട് ടു
ലീവ് എ കംഫർട്ടബിൾ ലൈഫ്, അതെ അതെ ലക്ഷറിയസ് ലൈഫ്, അതെ അതെ നോട്ട് ഹെൽത്തി ലൈഫ്. ലക്ഷറി ലൈഫ്. എവറിബഡി ഈസ് മൂവിങ് ടുവേർഡ്സ് ലക്ഷറി ആൻഡ് കംഫർട്ടബിൾ ലൈഫ്. അതെ 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 ഈ കംഫർട്ടബിൾ ലൈഫിന് വേണ്ടിയിട്ടുള്ള റണ്ണിങ് ഇല്ലേ, ഷോ ലൈഫ് എല്ലാവരും ആഗ്രഹിക്കും. യെസ്, ദിസ് കംഫർട്ടബിൾ ലൈഫ് ഈസ് ലീഡിങ് അസ് ഇൻ ടു സോ മെനി ഡിസീസസ് അൺനോയിങ്ലി. ഈവൻ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. മേ ബി ലൈക്ക് സം 100 years ago, മേ ബി 500 years ago, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം ഒരു കുറേ പല ഇലക്ട്രിസിറ്റി ഒന്നും ഡെവലപ്പ് ആവാത്ത ഒരു സമയത്ത് ഞാൻ പറയാം. അപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെയാണ്? ഓൺലി ഡേ ടൈം. മോർണിംഗ് ദേ ഗെറ്റപ്പ്, അവർക്ക് പഠിക്കണമെന്നോ സ്കൂളിൽ പോകണമെന്നോ ടെൻഷനില്ല. ബട്ട് ദേ ഗെറ്റപ്പ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ ദേ ഹാവ് ടു റൺ, ദേ ഹാവ് ടു ക്ലൈംബ് ദ ട്രീസ്. ഇതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് ഒരു ഫ്രൂട്ട് പറിച്ചുകൊണ്ട് വന്നിട്ട് ദെൻ ദേ വിൽ ഷെയർ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇത്. മേ ബി 2 മാങ്ങ പറിച്ച് എത്ര പേര് ഷെയർ ചെയ്യും? ഫാമിലി മൊത്തം ഷെയർ ചെയ്യും. എന്നിട്ട് എഗെയിൻ ദേ വിൽ വർക്ക്. ഫിസിക്കൽ കുറേ എക്സർസൈസ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ദെൻ ദേ വിൽ ബി റണ്ണിങ് ഫോർ ദെയർ ലഞ്ച്. അപ്പം ആ ലഞ്ചിൻ്റെ ഇടയ്ക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇടയ്ക്കും they are doing lot of exercise and mentally they are busy, they are not stressed. അവർക്ക് മറ്റുള്ള ടെൻഷൻസ് ഒന്നുമില്ല. അതെ 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 അതെ. അപ്പം പക്ഷേ ഒരിക്കലും നമുക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. പുറകോട്ട് പോകാൻ പറ്റത്തില്ല. ദാറ്റ് ഇസ് എ ഫാക്ട്. ഫോറസ്റ്റ് ലൈഫിലേക്ക് പോകാൻ പറ്റത്തില്ല. ഫോറസ്റ്റ് ലൈഫിലേക്ക് ഐ ആം സെയിങ് ദാറ്റ് അന്നത്തെ ആൾക്കാരിൽ ഇന്നത്തെ രോഗങ്ങളില്ലായിരുന്നു. അതെ അതെ. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പേഷ്യൻസ്, ഒരാൾ പേഷ്യൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ദേ ഗോ ഇൻ ടു മെഡിസിൻസ്. പക്ഷേ അവർ ഇപ്പോഴും മനസ്സിലാക്കുവാണെങ്കിൽ വാട്ട് ഈസ് ദ റീസൺ ഫോർ ഡയബറ്റീസ്, ആ റീസൺസിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ദേ ക്യാൻ കൺട്രോൾ സോ മെനി തിങ്സ്. അവരുടെ ലൈഫിൽ ചെറിയ ചേഞ്ചസ് കൊണ്ടുവന്നാൽ അവർക്ക് ഈ ഡയബറ്റീസ് അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തിയാവാം. ഓൺ ദ അതർ സൈഡ് അവർക്ക് അവരുടെ മക്കളെ അല്ലെങ്കിൽ വരാൻ പോകുന്ന ജനറേഷനെ ദേ ക്യാൻ സേവ്, ദേ ക്യാൻ ടീച്ച് ദം യു ഷുഡ് നോട്ട് ഡു ദിസ്, ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് തന്നെയാണ് കാരണങ്ങൾ. അത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ രോഗത്തിലേക്ക് പോകുന്നതെന്നുള്ള ഒരു ഫാക്റ്റ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ അതർ ദാൻ മെഡിസിൻ, ആക്ച്വലി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പേഷ്യൻറ്റിനെ അറ്റ് ദ സെയിം ടൈം നമ്മൾ എഡ്യൂക്കേറ്റഡ് ചെയ്യണം, ദ റീസൺസ് പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാ? നമ്മൾ ഉറങ്ങി എണീറ്റു, ബാത്റൂമിൽ പോയി പല്ല് തേച്ചു കുളിച്ചു, ആ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഇടയ്ക്ക് ഡൈനിങ് ടേബിളിൽ പോയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സസൈസും ഇല്ല, നോ ലോസ് ഓഫ് കാലറീസ്. ഓക്കെ, വിൽ ഹാവ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ്. അതും നമ്മളിരിക്കുന്ന വി ആർ ഗോയിങ് ടു യൂറോപ്യൻ ടോയ്ലറ്റ്, മുട്ടുമടങ്ങുന്നില്ല. പിന്നെ അതേ ഒരു പൊസിഷനിൽ വി ആർ ഗോയിങ് ടു എന്നാ ഡൈനിങ് ടേബിളിൽ. ഓക്കെ, അപ്പം യു ടെൽ മീ, നമ്മൾ ഉറക്കം എണീറ്റതിന് ശേഷം ഡൈനിങ് ടേബിൾ വരെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് വാട്ട് എക്സസൈസ് യു ഹാഡ്? നത്തിങ്. നോ ലോസ് ഓഫ് കാലറീസ്, ബട്ട് ഓൺലി ഇൻപുട്ട് ഈസ് ഗോയിങ് ഓൺ. ഓക്കെ, നമ്മളൊരു സാധനം ഇട്ടാലും ഫുഡ് കഴിച്ചു, ബട്ട് മെറ്റബോളിസം വേണ്ടേ? മെറ്റബോളിസം വയറ് കുറച്ച് അബ്സോർബ് ചെയ്യുന്നു, അത് ബോഡിയിലേക്ക് വേണ്ടിടത്ത് ചെല്ലുന്നു, വേണ്ടാത്തത് ചെല്ലുന്നു, അങ്ങനെ ആവുന്നുണ്ട്. പക്ഷേ മെറ്റബോളിസം വേണമെങ്കിൽ ആക്ടിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എന്നിട്ട് അതിനുശേഷം ലഞ്ച് ഓൾസോ സെയിം തിങ്. ഇപ്പോൾ ഓഫീസിൽ പോയി, ഐ എം നോട്ട് സേയിങ് അബൌട്ട് എവറിബഡി, ലേബർ പീപ്പിൾ ഉണ്ട്, ബട്ട് ദേ ആർ ഓൾസോ ഹാവിങ് ഡയബറ്റീസ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവരിൽ ഡയബറ്റീസ് ഉണ്ടാവാനായിട്ടും പ്രത്യേക കാരണങ്ങളുണ്ട്. സോ നമുക്ക് ഒറ്റയടിക്ക് ഒരാളെ മാത്രം എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റില്ല. അപ്പം ഇവർക്കൊന്നും ഫിസിക്കൽ എക്സർഷൻ ഇല്ല. ഓക്കെ, ദേ ആർ ഹാപ്പി ഇൻ ദെയർ ലൈഫ്, വെരി ലക്ഷറീസ് ഇൻ ദെയർ ലൈഫ്, ബട്ട് അവർ സ്ട്രെസ്സ് കാണും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ നൈറ്റിൽ ഇപ്പം പകലൊക്കെ അവർ ബിസിയാണ്, ഡ്യൂട്ടിക്ക് പോകണം, എളുപ്പം എന്തെങ്കിലും ഇച്ചിരി തിന്നു, ആഫ്റ്റർനൂണിലും എളുപ്പം ടിഫിനിൽ കൊണ്ടുവന്ന് തിന്നത്. ബട്ട് അറ്റ് ദ നൈറ്റ് ടൈം ദേ ആർ വെരി ഫ്രീ. അപ്പം വീട്ടിൽ വന്ന് ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. പക്ഷേ ഈ ലാവിഷായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ബോഡിയിൽ ഒട്ടും എക്സസൈസ് ഇല്ല. ഹെവി ഫുഡ് കഴിച്ചിട്ട് ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഒരു സംഭവം നമ്മുടെ നെഞ്ചിൻ്റെയും വയറ്റിൻ്റെയും കൂടെ ഇടയ്ക്കാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. യു ആർ ആസ്കിങ് ടു മീ, ബട്ട് അറ്റ് ദ സെയിം ടൈം മേ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ഇന്നത്തെ ദിവസം സ്ക്വാറ്റിംഗ് പൊസിഷനിൽ എത്ര തവണ ഇരുന്നിട്ടുണ്ട്? അതായത് നമ്മൾ ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു പൊസിഷനില്ലേ, സ്ക്വാറ്റ് ചെയ്യാം. ഇരുന്നിട്ടില്ല. ഓക്കെ, ഇന്നലെ ഇരുന്നിട്ടില്ല. ഓക്കെ, നിന്നുകൊണ്ട് കുനിഞ്ഞിട്ട് എത്ര തവണ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട്? ഇന്ന് നിന്നിട്ടില്ല. ഓക്കെ, കഴിഞ്ഞ ഒരു മാസമായിട്ട് നിന്നിട്ടില്ല. ഓക്കെ, this is very simple, but this is very complicated. The thing is that pancreas are situated in between the chest and the abdomen. ഓക്കെ, അപ്പം അവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചേക്കുക കുറേ കാലം, ഒരു പ്ലാസ്റ്റർ ഇട്ട് വെച്ചേക്കുക എന്ന് കൂട്ടിക്കോ. പ്ലാസ്റ്റർ അഴിച്ചു കഴിയുമ്പം അത് മൂവ്മെൻ്റ് ഇല്ല, ഇത്ര മൂവ്മെൻ്റ് ഇല്ല, ഭയങ്കര പാടാണ്. ആ മൂവ്മെൻറ്റിൻ്റെ വേദന കാരണം ഞാൻ എന്തോ ചെയ്യും, അതെങ്ങനെ വെച്ചേക്കത്തുള്ളൂ. വൺ ഡേ വാട്ട് വിൽ ഹാപ്പൻ യു നോ,
the something which is not having any work or movement, it will become a vestigial organ like. അതിന് യൂസ് ഇല്ലാത്ത സമയത്ത് അത് അങ്ങനെ ആയിപ്പോവും. അത് നമ്മൾ പറയും ദ്രവിച്ചു പോകുന്നതൊക്കെ പറയത്തില്ലേ എന്ന പോലെ the thing is that pancreas is situated here. So there is no movement. നമ്മൾ കുനിയുന്നില്ല, നമ്മൾ നൂരുന്നില്ല. We are not sitting in a squatting position. Actually മെയിൻ ഹോർമോൺസ് ഒക്കെ എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയുടെ ഓരോ ഫംഗ്ഷനും വേണ്ടിയിട്ടും കുറേ ഹോർമോൺസിൻ്റെ ആവശ്യമുണ്ട്. ഇതെല്ലാം സെക്രീറ്റ് ആവുന്നത് വൺ ഓഫ് ദ മെയിൻ ഓർഗൻസ് ഞാൻ പറയാം, ലിവർ, ദെൻ സ്പ്ലീൻ, ദെൻ ദിസ് പാൻക്രിയാസ്, അഡിനൽ ഗ്ലാൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ഓർഗൻസും ഉള്ളത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ വയറും ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്താണ്, ചെസ്റ്റിന് താഴെയായിട്ടാണ്. പക്ഷെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ അതിനൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്നില്ല, ഓടുന്നില്ല, ചാടുന്നില്ല, ഒന്ന് അട്ടഹസിച്ച് ചിരിക്കുന്ന പോലും ഇല്ല. ബിക്കോസ് വി ആർ വെരി മോഡേൺ. നമ്മൾ മനസ്സ് തുറന്ന് ചിരിക്കത്തില്ല. അതിലും നമ്മളൊരു പിടുത്തം വെച്ചിട്ടാണ്. ആരും ഒരിടത്ത് ഒരു സീറ്റിൽ നിന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നില്ല. ഇതിലൊക്കെ ഉണ്ടല്ലോ ബ്ലഡിൻ്റെ സർക്കുലേഷൻ ഓരോ ഓർഗൻസിലേക്കും കുറയും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് എക്സർസൈസിൻ്റെ ഒരു കുറവുകൊണ്ടാണോ കൂടുതൽ രോഗങ്ങൾ ഈ പറഞ്ഞ? യെസ് ഇത് ഒരു റീസണാണ് ഞാൻ പറയുന്നത്. ഇത് ഡയബറ്റിക് പേഷ്യൻ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പം പാൻക്രിയാസ് കേടായാൽ മാത്രമേ ഡയബറ്റീസ് ഉണ്ടാവത്തുള്ളൂ. പാൻക്രിയാസ് കേടാവാനുള്ള കാരണങ്ങൾ പറയാണ്. ഇത് നമ്മൾ ഈ കുനിയുന്നില്ല, നൂരുന്നില്ല, അപ്പം ഈ പാൻക്രിയാസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പറയില്ലേ അത് അനങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്ക്വീസിങ് പൊസിഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പൈപ്പിലാണെങ്കിൽ നമ്മൾ സ്ക്വീസ് ചെയ്യുമ്പോൾ എന്നാ പറ്റും, അതിലേക്ക് പിന്നെ സ്ക്വീസ് ചെയ്തിട്ട് വിൻ ബി ഓപ്പൺ, there will be flow of blood, flow of blood and lymph, whatever it is, എല്ലാ സർക്കുലേറ്ററി സിസ്റ്റം കറക്റ്റായിരിക്കും. അത് തന്നെയായിട്ട് നമ്മൾ മൂവ്മെൻ്റ് ഇല്ലാത്ത ഭാഗത്തേക്ക് ബോഡിയിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ പാൻക്രിയാസിലേക്ക് ഫാറ്റും ഡിപ്പോസിറ്റ് ആവും. പക്ഷേ ഓൾ ടൈം നമ്മൾ കുത്തിയിരിക്കുക, നൂരുക, കുനിയുക, എടുക്കുക, എപ്പോഴും അങ്ങോട്ട് ഓടുക, ഇങ്ങോട്ട് ഓടുക. അപ്പോൾ ഈ ഒരു അബ്ഡോമിനൽ പാർട്ടിലെ ഓർഗൻസിൽ ബ്ലഡ് സർക്കുലേഷൻസ് ഉണ്ടാവാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലാണ്. നമ്മളാരും ഒരു സ്ക്വാറ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്നില്ല. നമുക്ക് ലക്ഷറി ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആയിപ്പോയി. അപ്പം ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഓക്കെ യു ആർ ഇൻ ടു ദ ലക്ഷറിയസ് ലൈഫ്, ഓക്കെ, ബട്ട് സ്റ്റിൽ നമ്മളിത് മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ ഹാവിങ് മെയ്ഡ്, വീട്ടിലൊരു മെയ്ഡ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം താഴെ വീണാൽ എടുക്കത്തില്ല, കുനിയണ്ടേ, ഇതൊക്കെ നോർമൽ തിങ്സ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ മക്കളെ അതങ്ങ് എടുത്തോ, സംതിങ് വിൽ സേ ലൈക്ക് ദാറ്റ്. ബട്ട് നമ്മുടെ ജോലികൾ, നമ്മുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ ജോലികളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കും, കുറച്ചൊക്കെ വ്യത്യാസം വരും. പിന്നെ സ്ക്വാറ്റിംഗ് പൊസിഷനിൽ നമ്മൾ ഇരിക്കണം. ഭക്ഷണം കഴിക്കുമ്പം എല്ലാവരും ഡൈനിങ് ടേബിളിലല്ലേ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഒരു നേരമെങ്കിലും നിലത്ത് വിരിച്ചിട്ട് ചമ്മണം പടിഞ്ഞിരുന്നിട്ട്, അല്ലെങ്കിൽ കാല് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മൂമെൻറ്റിൽ കുനിഞ്ഞ് ചെന്ന് ഭക്ഷണം വായിലേക്ക് ഇടുക, പിന്നെ നിവർന്നിട്ട് ഭക്ഷണം കഴിക്കുക. നോർത്ത് ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാർ നിലത്തിരുന്നാണ് കഴിക്കുന്നത്. യെസ് അല്ലേ? ഇഫ് യു ഗോ ഇൻ ടു ഛത്തീസ്ഗഡ് ഏരിയാസ്, എൻ്റെ പെങ്ങൾ ബോംബെയിലാണ് താമസിക്കുന്നത്, അപ്പോൾ അവർക്ക് നിലത്തിരുന്നാണ് കഴിക്കുന്നത്. അവരൊക്കെ ഒത്തിരിയും ലേബേഴ്സ് ഇല്ലേ അവിടുത്തെ. ഇവിടെ തന്നെ നമുക്ക് കാണാം, കേരളത്തിൽ നിന്ന് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഫ്രം ഛത്തീസ്ഗഡ് ആൻഡ് ഓൾ. അവർ കണ്ട വെറും മെലിഞ്ഞിട്ടിരിക്കുമായിരിക്കും, അവർക്ക് രോഗം കാണില്ല, ബട്ട് ദേ ആർ വെരി പവർഫുൾ. ഭയങ്കര പവറാണ് അവർക്ക്. അവർ നിലത്തിരുന്നേ കഴിക്കത്തുള്ളൂ. എത്രയൊക്കെ ലക്ഷറീസ് ഉണ്ടായിരുന്നാലും ഹാപ്പി ആയിട്ട് കഴിക്കണമെങ്കിൽ ഒന്ന് ചുറ്റി കറങ്ങി ഇരുന്ന് എല്ലാവരും കൂടെ പായലിട്ട്. അപ്പോൾ അവർ അങ്ങനെ ആണെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഒരു നേരമെങ്കിലും അത് നിലത്തിരുന്ന് കഴിക്കാറുണ്ട്. ഡോക്ടർ, ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ, നമ്മൾ എല്ലാവരും ധാരാളം മസാല കഴിക്കാറുണ്ട്. ഒരുപാട് സ്പൈസി ഫുഡുകളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിൽ പോലും ഹെവി സ്പൈസാണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് കുറേ റഷ്യൻ സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ വളരെ വളരെ ലിമിറ്റായിട്ട് ചേർക്കുന്നില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവർക്ക് ചിക്കൻ സൂപ്പൊക്കെ, പ്ലെയിൻ ചിക്കൻ സൂപ്പ്, വെറുതെ ചിക്കൻ മാത്രമായിട്ട് കഴിക്കും. അപ്പോൾ ഈ സ്പൈസസ് ഒരുപാട് ഉപയോഗിക്കുന്നത് ഒരു കാരണമാണോ ഈ പറഞ്ഞ രോഗങ്ങൾക്ക്? നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട, ദീസ് തിങ്സ് ആർ ഗുഡ് വെൻ ഇറ്റ് ഈസ് നാച്ചുറൽ. ബട്ട് നമ്മളിപ്പം ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന മസാലകൾ, വാട്ട് ഹാപ്പൻസ്, അതിൻ്റെ കൂടെ കുറച്ച് പ്രിസർവേറ്റീവ്സ് ഇടും. ദീസ് പ്രിസർവേറ്റീവ്സ് ആർ റിയലി ഹാർമിങ് ടു മച്ച്. ഒരുപാട് ഹാംഫുൾ ആണത്.
അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാമല്ലോ. നമ്മളിപ്പോൾ ചിക്കൻ്റെ കറികളൊക്കെ സ്വന്തമായിട്ട് പൊടിച്ചു വെച്ച മസാല ഇട്ടൊന്ന് ഉണ്ടാക്കി നോക്ക്. വി ഡോണ്ട് ഗെറ്റ് ദാറ്റ് മച്ച് ഓഫ്, നമുക്ക് അത്ര ഒരു ആസിഡിറ്റി ഉണ്ടാവത്തില്ല. ആസിഡിറ്റി ഉണ്ടായിക്കഴിഞ്ഞ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മുളകിൻ്റെ എമൗണ്ട് കൂടുതലാണ് ചേർക്കുന്നത്. യു സെഡ് നോ ദാറ്റ് ഫോറിൻ പീപ്പിൾ ദേ ആർ പുട്ടിങ് സം മസാലാസ്, ദീസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടും, പക്ഷെ അവർ മുളക് ചേർക്കില്ല. ഏറ്റവും ഡേഞ്ചറസ് ആണ് മുളകും എണ്ണയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തീർന്ന കഥ. മലയാളീസിന് ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്, പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകുന്നത്. നോർത്ത് ഇന്ത്യൻസ് പരിപ്പില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല. ഞാൻ രാവിലെ പരിപ്പ് കറി കഴിച്ചത്, പരിപ്പ് കറി ഒരു കുഴപ്പമില്ല. ഇല്ല, മേ ബി സ്പൈസ് ഇല്ലായിരുന്നു അതിനകത്ത്. പക്ഷെ പരിപ്പിനകത്ത് മലയാളീസ് വെക്കുന്ന പരിപ്പിനകത്ത് നല്ല എരിവ് വേണം അവർക്ക്. സാമ്പാറൊക്കെ ഇടുവാണെങ്കിൽ മഞ്ഞപ്പൊടി മാത്രമേ ഇടത്തുള്ളൂ നോർത്തിലല്ലേ? അല്ല, എല്ലാ സംഗതികളും ഇടും, ബട്ട് മുളക് പൊടി ഇടത്തില്ല. മുളക് വളരെ കുറച്ചേ യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പം നോൺ വെജിൻ്റെ കാര്യം പറഞ്ഞു ഡോക്ടർ. ഈ നോൺ വെജ് എനിക്കൊന്ന് കൂടുതൽ, ഞാൻ ഇവിടെ മധ്യപ്രദേശിൽ പോയി, ഇൻഡോർ ഉജ്ജയിനൊക്കെ അന്ന് യാത്ര ചെയ്തായിരുന്നു, സ്പിരിച്വൽ ട്രാവൽ എന്നൊരു ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അവിടെ ഞാനൊരു ഒരു ചിക്കൻ കറി മേടിക്കാനായിട്ട് വേറെ ഫ്രണ്ടിന് വേണ്ടി മേടിക്കാനായിട്ട് നടന്നപ്പോൾ അവിടെ ഒന്നും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ എനിക്ക് നടക്കേണ്ടി വന്നു മധ്യപ്രദേശിൽ. പക്ഷേ കേരളത്തിലാണെങ്കിൽ കംപ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളിലും നോൺ വെജാണ്. അപ്പോൾ ഈ നോൺ വെജിൻ്റെ ഒരു ഉപയോഗം ശരിക്കും ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ടോ? ഉണ്ട്, ഓഫ് കോഴ്സ്. മനുഷ്യൻ ബേസിക്കലി വെജിറ്റേറിയൻ ആണോ? അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ഇഫ് യു തിങ്ക് അബൌട്ട് ഹ്യൂമൻ ബീയിങ്, ദേ ആർ വെരി കോംപ്ലിക്കേറ്റഡ്. ഞാൻ പറഞ്ഞ പോലെ പീപ്പിൾ വാണ്ട് കംഫർട്ട്, കംഫർട്ട് ആൻഡ് ടേസ്റ്റ്. പക്ഷെ ലാസ്റ്റിലെല്ലാം വിട്ടു പോകുമ്പോഴാണ് ദേ ആർ തിങ്കിങ് അബൌട്ട് ഹെൽത്ത്. ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ ഭൂമിയിൽ തന്നെ ഓരോ തിങ്സും ഇറ്റ്സ് ഗുഡ് ഫോർ ഹ്യൂമൻ ബീയിങ് വെൻ ഇറ്റ് ഈസ് ഇൻ എ ലിമിറ്റഡ് തിങ്. ബട്ട് ഞാനൊരു വെജിറ്റേറിയൻ ആണ്, അതുകൊണ്ട് പറയല്ല. യൂഷ്വലി നോൺ വെജ് വാട്ട് വി ആർ, ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്നതാണ്. ഓക്കെ, വെൻ യു ഹാവ് ജ്യൂസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ദീസ് തിങ്സ് നമുക്ക് പ്രത്യേകിച്ച് കാണാം. നമ്മുടെ ഫേസിൽ, നമ്മുടെ സ്കിന്നിനൊരു പ്രത്യേക ഗ്ലോ ഉണ്ട്. പക്ഷേ നോൺ വെജ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ഉറക്കം വരും. ഉച്ചയ്ക്ക് ഇപ്പോൾ ഹെവി ആയിട്ട് നല്ല നോൺ വെജും ചിക്കൻ കറിയും അല്ലെങ്കിൽ വാട്ട് ഈസ് ബിരിയാണി അങ്ങനെയൊക്കെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ യു കാൺ ഡു, വർക്ക് ചെയ്യാനേ പറ്റത്തില്ല. ഒരു 1 hour 2 hour വരെ യു വിൽ ബി വെരി ഗ്ലൂമി, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് ഡൈജസ്റ്റ് ആവാൻ ഭയങ്കര പാടാണ്. ഡൈജഷൻ സമയം എടുക്കുമല്ലേ? ഡൈജഷൻ സമയം എടുക്കുമ്പോൾ എന്താ പറ്റുമെന്നറിയാവോ, ഈ ഹെവി തിങ്സ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സ്റ്റൊമക്കിന് അബ്സോർപ്ഷൻ ആവണ്ടേ. അപ്പോൾ ഈ ബ്ലഡ് ഉണ്ടല്ലോ ബോഡിയിൽ, ബ്രെയിനിലുള്ള ബ്ലഡും കൈയും കാലിലും ഒക്കെയുള്ള ബ്ലഡ് ദേ വിൽ റൺ ഇൻ ടു ദ സ്റ്റൊമക്ക് സർഫേസിലേക്ക് റൺ ആവും. എന്നിട്ട് ഇതിനെ അബ്സോർവ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ദാറ്റ് ടൈം വി ആർ ഫീലിംഗ് ഡ്രൗസി, ഗ്ലൂമി ആയിട്ട്. ബ്രെയിനിൽ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറയുകയാണ്. ഓൺ ദ അതർ സൈഡ് സൂപ്പായിട്ട് കഴിക്കുകയാണെങ്കിലോ വെജിറ്റബിൾസ് മാത്രം കഴിക്കുകയാണെങ്കിലോ വാട്ട് ഹാപ്പൻസ്, ഇത് ചെല്ലുമ്പോൾ ഇതിനകത്ത് അബ്സോർപ്ഷൻ എളുപ്പമാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് നിയന്ത്രിക്കാനായിട്ട് വെജിറ്റേറിയൻ ഫുഡ് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുമല്ലേ? ഒരു പരിധിയല്ല, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഹെൽപ്പ് ചെയ്യും. യൂഷ്വലി 3 നേരം 4 നേരം ഈ ഫുൾ ടൈം നോൺ വെജ് മാത്രം കഴിക്കുന്നവർ ഒരിക്കലും ഫ്രീ ആവത്തില്ല മെൻ്റലി. ദേ ആർ വെരി സ്ട്രെസ്ഡ്. ബിക്കോസ് ഐ ഹാവ് സം പേഷ്യൻസ്, ഐ നോ, ദാറ്റ്സ് വാട്ട് ഐ എം സേയിങ്. പേഷ്യൻസ് മാത്രമല്ല, പീപ്പിൾ കുറച്ചൊക്കെ ഉണ്ടല്ലോ, അവർ ഭയങ്കര അഗ്രസീവായിരിക്കും, ഭയങ്കര ദേഷ്യം വരുന്നവരായിരിക്കും, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ശാന്തതയില്ല. ഓക്കെ ഡോക്ടർ, എങ്ങനെയാണ് ഈ ഒരു യുണീക്കായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് വരാനുള്ളൊരു കാരണം എന്താ ഒന്ന് പറയാം? ദാറ്റ്സ് എ വെരി ഗുഡ് സ്റ്റോറി. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ആക്ച്വലി ഷുഗറിനും പ്രഷറിനും ഒക്കെ നോർമലി നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഇൻ ദ കൊറോണ ടൈം, എൻ്റെ മമ്മിക്ക് 45-50 വർഷം തൊട്ടേ ഷി വാസ് ഹാവിങ് ഷുഗർ. എൻ്റെ ചേട്ടൻ ജനിക്കുന്നതിന് മുമ്പേ തൊട്ടേ ഉണ്ടായിരുന്നു മമ്മിക്ക് ഷുഗറും പ്രഷറും രണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ മമ്മിയോട് പറയും ഞാൻ, മമ്മി സ്ട്രെസ് എടുക്കല്ലേ, ടെൻഷൻ എടുക്കല്ലേ, ലീവ് ഇറ്റ്, കുറച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക. ഈ വയസ്സായ കാലത്ത് അതിങ്ങനെ പറ്റില്ല, ഇതിങ്ങനെ പറ്റില്ല പറഞ്ഞു എല്ലാത്തിൻ്റെയും പുറകെ പോയി കഴിഞ്ഞാൽ യു കാൺ ഗെറ്റ് കൺട്രോൾഡ് ഓർ എനിത്തിങ്. ആ സ്ട്രെസ് ഫാക്ടർ ഭയങ്കരമായിട്ട് മമ്മീനെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. ഫുഡ് ഹാബിറ്റ്സും ഷീൽ ടേക്ക് കെയർ ഓഫ് എവ്രിബഡി, ബട്ട് nobody is taking care of herself and she herself is not taking care of herself. അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ഡോക്ടറായാൽ പോലും എനിക്ക് മമ്മീനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ഐ എം ഓൾവേസ് ബിസി വിത്ത് മൈ സ്റ്റഫ്.
ഈ കൊറോണ സമയത്ത് എന്തായി, മമ്മിക്ക് ഇങ്ങനെ കാഴ്ചയിൽ കുറച്ച് കുറഞ്ഞ് വന്നു. ഓക്കെ. അപ്പം യൂഷ്വലി വാട്ട് വിൽ ഡു, ഐ സ്പെഷ്യലിസ്റ്റ് കൊണ്ടുപോയി. അതെ. അപ്പോൾ അദ്ദേഹം ഒരു കണ്ണിനൊരു ഡ്രോപ്സ് ഒഴിക്കാൻ പറഞ്ഞ്, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഓ ശരി ശരി. ആ അപ്പം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, ഞരമ്പ് നശിച്ചുപോയി, നാശമായി. പിന്നെ ഐ വാസ് സോ ടെൻസ്ഡ്. എനിക്കിനി സഹിക്കാൻ വയ്യാത്ത വിഷമമായിപ്പോയി എനിക്കത്. എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു മൂമെൻറ്റ്. മമ്മിക്ക് കാഴ്ച പോയത് പോലെ ഇനി പേടിയായി എനിക്ക്. ഷുഗറും പ്രഷറും ഉണ്ട്, മമ്മി കൺട്രോൾ ചെയ്യത്തില്ല, മറ്റേ കണ്ണും എന്തായാലും പോവും, അല്ലെങ്കിൽ മമ്മി മരിച്ചു പോവും, അങ്ങനെയൊക്കെയുള്ള ശരിക്കൊരു സ്ട്രോക്ക് പോലെ എന്ന് പറയാം. കണ്ണിലുള്ള ബ്ലഡ് സർക്കുലേഷനെല്ലാം നിന്നത് ആയി. അപ്പം സി അറ്റ് ദാറ്റ് മൂമെൻറ്റ് ഇറ്റ് സെൽഫ് ഐ തോട്ട് ദാറ്റ് ഐ ഷുഡ് ഡു സംതിങ്. നീ മറ്റേ കണ്ണെങ്കിലും മമ്മിക്ക് ഇനിയും പോകരുത്, ഷീ ഷുഡ് ഗെറ്റ് ബെറ്റർ. അപ്പോൾ എത്രയ്ക്കായാലും മമ്മി വീട്ടിലാണ്, ഞാനും ഹോസ്പിറ്റലാണ്, ഐ കാൻ ഡു എനിത്തിങ്. മമ്മിനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എൻ്റെ ഒരു സർക്കിളിൽ തന്നെ മമ്മിനെ അഡ്മിറ്റ് ചെയ്തിട്ട്, നിയർ ടു മൈ ഒ പി ദെർ വാസ് എ റൂം, അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ രീതിയിൽ, ഞാൻ ആഗ്രഹിച്ച രീതിയിൽ മമ്മിനെ ട്രീറ്റ് ചെയ്തു. ഐ കെപ്റ്റ് ഹർ ഔട്ട് ഓഫ് ദ സ്ട്രെസ് ആൻഡ് ഐ ഹാഡ് ഗിവൺ ദ മെഡിസിൻസ്. കുറച്ച് എക്സസൈസും കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്. മമ്മിയുടെ വയസ്സ് അന്ന് സംതിങ് ലൈക്ക് 82 ആയിരുന്നു. 82, that is the matter. That time I kept under my observation. And that was miracle. Even I think 8th or 9th day, ഞാൻ നോക്കിയപ്പം മമ്മിക്ക് ഷുഗർ ഇസ് നോർമൽ. ആൻഡ് ഫസ്റ്റ് ടൈം ഇൻ ഹർ ലൈഫ് പ്രഷർ ഇസ് നോർമൽ. ഓക്കെ. മെഡിസിൻ കുറച്ച് ടേപ്പർ ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ മെഡിസിൻ ഇല്ലാതെ തന്നെ ഐ ഫൈൻഡ് ദാറ്റ് ഇത് നോർമലായപ്പോൾ ഞാൻ നെക്സ്റ്റ് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഇനി നോക്കിയിട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് നോക്കിയാൽ 120/80. ദെൻ അഗൈൻ ഐ ലുക്ക്ഡ് ഇൻടു ഇറ്റ്, ഇറ്റ് വാസ് 120/80. മമ്മി പറയാ, എടി ഇത് നിൻ്റെ മെഷീൻ കേടാ, ലാസ്റ്റ് 45 years ഐ ആം ഹാവിങ് BP എബോവ് 150, 170 ലൈക്ക് ദാറ്റ്, 200 വരെ കയറിപ്പോവും. ഇത് ശരിയല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഐ ഓൾസോ തോട്ട്, എനിക്കൊരു തോന്നി അത് ഇങ്ങനെ ആയിരിക്കും ഇവർക്ക്. ബട്ട് അഗൈൻ ആൻഡ് അഗൈൻ അത് ചെക്കപ്പ് ചെയ്തപ്പോൾ മമ്മി നോർമലായി. ഷുഗർ ഓൾസോ സെയിം തിങ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് എന്താണെന്നറിയാമോ? ബോഡി ഓൾവേസ് വാണ്ട് ടു റിക്കവർ. ദൈവം തന്ന ഈ മനോഹരമായ നമ്മുടെ ബോഡിയില്ലേ, അതിലൊരു പ്രത്യേക ഒരു പവറുണ്ട്, ഒരു ലൈഫുണ്ട്. അതെപ്പോഴും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. റിക്കവർ ചെയ്യാനുള്ള പവർ മരിക്കുന്നവരും വരെ ഉണ്ട്. ബട്ട് നമുക്ക് രക്ഷപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാം? വി ആർ നോട്ട് ഗിവിങ് എ ചാൻസ് ടു ഇറ്റ്. അതിനൊരു ചാൻസ് കൊടുക്കണ്ടേ? ഒരു റിക്കവർ ആവാനുള്ള, അതിനെ വീണ്ടും 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 തകർക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ മനുഷ്യൻ കൺസിഡർ ചെയ്യുന്നില്ല. സിമ്പിൾ തിങ്സ് ആണ്. ആ മനുഷ്യന് കുറച്ച് റെസ്റ്റ് കൊടുക്കുക, തോട്ട് പ്രോസസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിക്കുക. ദെൻ പിന്നെ ഞാൻ മമ്മീനെ പ്രോപ്പറായിട്ട്, മമ്മി ഇച്ചിരി നോർമലായി, നടക്കാൻ തുടങ്ങി സ്വന്തം ഇഷ്ടപ്രകാരം. ഇച്ചിരിയൊക്കെ ബെഡ് റിട്ടേൺ ആയില്ലായിരുന്നു, എന്നാലും പാടായിരുന്നു. സ്ലോലി ഞാൻ എൻ്റെ സ്റ്റൈലിൽ തന്നെ മമ്മീനെ ആ ഒരു നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ അതിൽ കൊണ്ടുവന്നു. നടക്കാൻ പറഞ്ഞു, നടത്തിപ്പിച്ചു. പിന്നെ ഐസിൻ്റെ എക്സസൈസ് ചെയ്യിപ്പിച്ചു, ആംസിൻ്റെ എക്സസൈസ് ചെയ്യിപ്പിച്ചു. Then I told about what is pancreas and why it is getting destroyed, all these things. So she concentrated in that. അപ്പോൾ ഗ്രാജുവലി she could not sit on the floor. അപ്പം മലന്ന് കിടന്നുകൊണ്ട് തന്നെ ഈ പാൻക്രിയാസിലേക്ക് എങ്ങനെ സർക്കുലേഷൻ കൂട്ടാൻ പറ്റുമെന്നുള്ള കുറച്ച് എക്സസൈസുകളുണ്ട്, അതെല്ലാം ചെയ്യിപ്പിച്ചു. ആൻഡ് യു ഡോണ്ട് നോ, യു വോണ്ട് ബിലീവ് ദാറ്റ്, മമ്മി മരിക്കുന്നതാണ് പറയും ഷുഗർ എന്നും നോക്കുമായിരുന്നു ഞാൻ. നോർമലായിരുന്നു, വിതൗട്ട് മെഡിസിൻ ഷുഗറും പ്രഷറും നോർമലായി. മമ്മിക്ക് പിന്നെ എന്താണെന്നറിയോ, ഒത്തിരി വർഷം തൊട്ടേ 35-40 years തൊട്ടേ ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഓർഗൻസും കേടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ആർത്രൈറ്റിസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ മമ്മി ഭയങ്കര സിക്കായിട്ട് അമൃതയിൽ അഡ്മിറ്റായി. അപ്പം ക്രിയാറ്റിൻ went to 6. റെക്കോർഡ് നമ്മുടെ ഇരിപ്പുണ്ട് കേട്ടോ, 6 something പോയി. ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം ഡയാലിസിസിലൊക്കെ പോയി മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ നല്ല ഡോക്ടർ ഉണ്ടായിരുന്നു, നെഫ്രോളജിസ്റ്റ്. വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ട്രീറ്റ് ചെയ്തു. മമ്മിക്ക് എന്നാലും ക്രിയാറ്റിൻ ഒരു 3-6 ഇടയ്ക്ക് മാത്രമാണ് കുറച്ച്. പിന്നെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, മമ്മിയുടെ കിഡ്നി ഒരിക്കലും നോർമൽ ആവത്തില്ലല്ലോ. അപ്പോൾ അവരൊരു വലിയൊരു ഡയറ്റിൻ്റെ ലിസ്റ്റ് തന്നു, ഇത് കഴിച്ചിടുക അത് കഴിച്ചിടുക ഒക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ ഡയറ്റിൽ തന്നെ പോയി. മമ്മി വാസ് ഡിറ്റോറിയേറ്റിംഗ് ഡേ ബൈ ഡേ.
കുറച്ചൊക്കെ ഷുഗറല്ല ക്രിയേറ്റിന് കൺട്രോളായി വരുന്നുണ്ട്. പക്ഷേ മമ്മി മരിക്കുന്ന പോലെ ആവുക, ക്ഷീണം. അപ്പോൾ ഞാൻ വിചാരിച്ചു മനുഷ്യനെ എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമാണ്. വാട്ട് വിൽ ഷീ ഡു വിത്ത് ദ ക്രിയേറ്റിൻ ആൻഡ് കിഡ്നി? ഗ്രാജുവലി ഞാൻ എന്നാ ചെയ്തറിയോ, ഷുഗറും പ്രഷറും കൺട്രോൾ ആയതുകൊണ്ട് ആ ഗുളിക കംപ്ലീറ്റ് ഒഴിവാക്കിയില്ല. പിന്നെ അവിടുന്ന് മെഡിസിൻസ് കൂടുതലുണ്ട്. പക്ഷേ മെഡിസിൻസ് മാത്രം കഴിക്കുക, ഭക്ഷണമൊന്നുമില്ല കഴിക്കാൻ. അത് കഴിച്ചൂടാ, ഇത് കഴിച്ചൂടാ. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് വാട്ട് ഐ ഡിഡ് യു നോ, എനിക്ക് എൻ്റേതായ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. ഒരു ലിക്വിഡ് ഡയറ്റാണേ. അത് മമ്മിക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് സ്റ്റാർട്ട് ചെയ്ത് ഷീ സ്റ്റാർട്ടഡ് ഫീലിംഗ് സം ഹെൽത്തി. അപ്പോൾ അത് ടൈമും അതിൻ്റേതായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഭക്ഷണ രീതികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. മെഡിസിൻസ് ഗ്രാജുവലി കുറച്ചു. മെഡിസിനിലെ കണ്ടൻറ്റിലൊക്കെ നമ്മൾ വിറ്റമിൻസും ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നേച്ചറിൽ നിന്ന് ഞാനത് മമ്മിക്ക് കൊടുക്കാൻ ശ്രമിച്ചു. മമ്മി റിക്കവറായി. മമ്മിയുടെ ക്രിയേറ്റിൻ ലെവൽ വീണ്ടും നോർമലായി. മമ്മി വാസ് യുവർ ഫസ്റ്റ് പേഷ്യന്റ്. യെസ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഇതൊരു യുണീക്ക് സൊല്യൂഷനായിട്ട് ഡെവലപ്പ് ചെയ്തല്ലേ? അതെ. ബിക്കോസ് എനിക്ക് അക്സെപ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല അത് മമ്മി മരിക്കും എന്നുള്ളത്. ബിക്കോസ് ഞാനാണെങ്കിൽ എന്തെങ്കിലും ആട്ടെ, ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ എം എ ബിഗ് പേഴ്സൺ, ഐ അച്ചീവ്ഡ് ദിസ് ദാറ്റ്, നത്തിങ് ഇസ് ഹിയർ. ബട്ട് ഐ നോ മമ്മിയാണ് എവറിത്തിങ്. ഷീ ഗൈഡഡ് മീ ഇൻ സർട്ടൻ തിങ്സ്. ലൈഫിൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, നമ്മളിത് ചെയ്യാൻ പാടില്ല. പക്ഷെ ഞാനുണ്ടല്ലോ മമ്മീനെ ഭയങ്കരമായിട്ട് ബ്ലൈൻഡായിട്ട് ബിലീവ് ചെയ്തൊരു ഡോട്ടറാണ്. ഹർ ബ്ലെസ്സിങ്സ് ഇസ് എവറിത്തിങ് ഫോർ മീ. അപ്പോൾ എനിക്ക് മമ്മിക്ക് ഒന്നും പറ്റാൻ ഞാൻ സമ്മതിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ മമ്മീനെ ഞാൻ ഷുഗർ ഇല്ലാതാക്കിയെടുത്തു, പ്രഷർ ഇല്ലാതാക്കിയെടുത്തു. ക്രിയേറ്റിൻ്റെ ലെവല് ഒത്തിരി കൂടിയായിരുന്നു. അവിടെ കൊണ്ടുപോയപ്പോൾ ഒരു ഡയാലിസിസ് ചെയ്തു, പിന്നെ ഡയാലിസിസ് ചെയ്യേണ്ടി പറ്റില്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം അല്ലേ? അതെ, അത് മമ്മി ഇത്രയും പ്രായമായിട്ട് മമ്മിയുടെ എല്ലാ ഓർഗൻസും കേടായിട്ട് എനിക്കത് ശരിയാക്കാൻ പറ്റി. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടി. മാത്രമല്ല എൻ്റെ അമ്മേനെ ഞാൻ സ്നേഹിക്കുന്നവർ എത്രയോ പേര് കാണും. അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹമില്ലേ അവരുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തണം. അതിനകത്ത് വേറൊരു എലമെൻ്റ് ഞാൻ ചോദിച്ചിട്ടെ, ഇതിപ്പോൾ മമ്മിയോടുള്ള ശക്തമായിട്ടുള്ളൊരു സ്നേഹവും അല്ലേ, ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ നമ്മളൊരു വേവ് ലെങ്ത് ഉണ്ട്. ശരിക്കും അതൊരു ഫാക്ടർ അല്ലേ ഈ ക്യൂർ ആവാനായിട്ട്? അതൊരു ഫാക്ടർ. അതപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. എല്ലാവരിലും അതായത് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പല ആളുകളിലും ഇത് നമുക്ക് ആ ഒരു സംഭവം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. മമ്മയോടുള്ള സ്നേഹം എല്ലാവരും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? പക്ഷെ ഞാൻ പറയാം, അതൊരു ഫാക്ടറാണ്. കുഞ്ഞാണെങ്കിലും ഒരു ടീനേജ് ആണെങ്കിലും ഒരു അഡൾട്ട് ആണെങ്കിലും ലൈക്ക് യു, ഒരു ഓൾഡ് പീപ്പിൾ ആണെങ്കിലും എവറി ടൈം പീപ്പിൾ ഈസ് സ്റ്റാർവിങ് ഫോർ സംതിങ്. ദാറ്റ് ഈസ് അഫെക്ഷൻ. ആ ഫീലിംഗ് ഓഫ് ടച്ച് അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് വേർഡ്സ് നമുക്ക് പറയാൻ പറ്റണം, ചിരിക്കാൻ പറ്റണം, നമുക്കൊരാളുണ്ടെന്ന് തോന്നണം. സി ദാറ്റ് ഈസ് എ പവർ, ദാറ്റ് ഈസ് എ മിറാക്കിൾ. അത് നമ്മുടെ മോഡേൺ സയൻസിന് ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും ലക്ഷറി തിങ്സ് വന്നാലും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്. നമ്മുടെ പേരൻസിൻ്റെ അതേ സ്ഥാനത്ത് നാളെ നമ്മളും എത്തും. വി ആർ ബിസി. എനിക്കും പലപ്പോഴും എൻ്റെ മമ്മിക്ക് ആ കംഫർട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് ഐ വാസ് ഫീലിംഗ് ഗിൽറ്റി ഫോർ ദാറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്, പലയിടത്ത് പോകാനുണ്ട്, പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ മദറിൻ്റെ ആ കാര്യം പറഞ്ഞാൽ, സി എവറിബഡി ഈസ് സ്റ്റാർവിങ് ഫോർ ദാറ്റ് ഫീൽ, ടച്ച്, ലവ്, അഫെക്ഷൻ, ഓൾ ദീസ് തിങ്സ്. ഇതിലെന്നെ പറ്റുന്നറിയോ, നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഗുഡ് ഹോർമോൺസ് റിലീസാവും. വെൻ വി ആർ സാഡ്, ദിസ് കോർട്ടിസോൾ അങ്ങനെയുള്ള ബാഡ് ഹോർമോൺസ് റിലീസാവും. അപ്പോൾ അതിൽ നമ്മുടെ ബോഡീനെ ക്യൂർ ആക്കാനുള്ള പവറുണ്ട്, അതുപോലെ ഡിസീസ് ആക്കാനുള്ള പവറുണ്ട്. അപ്പോൾ ഈ ഓൾഡ് പീപ്പിളുണ്ടല്ലോ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട, എനിക്ക് എൻ്റെ പേഷ്യൻസിനോടും പേഷ്യൻസ് അല്ലാത്തവരോടും പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. എല്ലാവരും കുറ്റം പറയല്ല, ബട്ട് ഐ ഹാവ് ഗോൺ ത്രൂ സോ മെനി പേഷ്യൻസ്. ഞാൻ വളരെ ബാഡായിട്ട് വരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളും ആ സ്റ്റേജിലേക്ക് പോവും ഒരു ദിവസം എന്നുള്ളത് ഒരു സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇഫ് യു വിൽ ലവ് സമ്മൺ യു വിൽ ഗെറ്റ് ദ ലവ്. അതുപോലെ പേരൻസ്
ഓൾഡ് പീപ്പിൾ ഇപ്പം അന്യതാരാണെങ്കിലും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു അഫക്ഷനെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ചാൻസ് നമ്മൾ കൊടുക്കണം. ബിക്കോസ് ഇറ്റ് വർക്ക്സ് മോർ ദാൻ എ മെഡിസിൻ. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. ഇൻവിസിബിൾ എനർജി, റൈറ്റ്? അതെ, ഇൻവിസിബിൾ മെഡിസിൻ. ഇറ്റ്സ് വർക്കിംഗ് വെൽ. ഇൻവിസിബിൾ മെഡിസിൻ. എബോവ് ദ മെഡിസിൻസ് ആണെങ്കിലും പറയാം. പിന്നെ പിന്നെ മറ്റൊരു കാര്യം, ഈ അലോപ്പതി മെഡിസിൻസ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളുണ്ടല്ലേ. അപ്പോൾ ഇതിന് ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല അത് എത്രമാത്രം ശരിയാണ്. ഷുഗറിനാണെങ്കിലും ബി പിക്കാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ സംഗതികളെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ഒത്തിരി പേഷ്യൻസ് അറിയില്ല. അപ്പം അവർക്ക് എത്രയും മാത്രം അറിയാൻ ഡോക്ടറെ അടുത്ത് പോയി മെഡിസിൻസ് മേടിച്ചു, അയ്യോ ഇനി എനിക്ക് ലൈഫ് ടൈം കംപ്ലീറ്റ്ലി ഇൻ മൈ ലൈഫ് ഐ ഹാവ് ടു ടേക്ക് ദറ്റ് മെഡിസിൻസ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇഫ് യു ആർ ഡിസീസ്ഡ്, നിങ്ങളുടെ പ്രഷർ കൂടിയിരിക്കുക, മെഡിസിൻസ് സൈഡ് എഫക്റ്റ് ഉണ്ട്, ദാറ്റ്സ് എ ട്രൂ. ബട്ട് പ്രഷർ കൂടിയിരിക്കില്ലേ, മെഡിസിൻസ് കഴിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? സ്ട്രോക്ക് വരും, അറ്റാക്ക് വരും, ഒരു വശം തളർന്നു പോവും, അല്ലെങ്കിൽ കണ്ണ് കാണാതെ പോവും, തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാവും, പറ്റിപ്പോവും. ഇഫ് യു ആർ ഡിസീസ്ഡ്, നമ്മൾ മെഡിസിൻ കഴിച്ചേ മതിയാവും. മെഡിസിൻ കഴിച്ചിരിക്കണം, അതിൻ്റെ ഡോസ് തെറ്റിക്കാൻ പാടില്ല, ഒരു കാരണവശാലും തിരിക്കും. ആ കറക്റ്റ് ഡോസ് ഡോക്ടർ തന്ന രീതിയിൽ തന്നെ കഴിക്കണം. പക്ഷേ ഇൻ ബിറ്റ്വീൻ ആദ്യമായിട്ട് നമുക്ക് ഷുഗർ ഉണ്ടായി അല്ലെങ്കിൽ പ്രഷർ ഉണ്ടായി, ഡോക്ടർ 20 ദിവസത്തേക്ക് മെഡിസിൻ തന്നു. ബട്ട് ഇൻ ബിറ്റ്വീൻ ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി ഷുഗർ നോക്കണം, ഒരു 3 ദിവസം കഴിഞ്ഞ് വീണ്ടും പോയി ഷുഗർ നോക്കണം. അങ്ങനെ ഷുഗർ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ പ്രഷറും നമ്മൾ ചെക്ക് ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ സംഗതികളിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഷുഗറും പ്രഷറും കൂടുന്നതെന്നുള്ളത്, ഈ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്വയം നമ്മളെ ട്രീറ്റ് ചെയ്യണം. മനസ്സിന് ശാന്തത കൊണ്ടുവരണം. അത് ഫസ്റ്റ് തിങ് ആണ്. ഹാപ്പി ആണെങ്കിൽ ഷുഗർ കുറയുന്നുണ്ട്, ഹാപ്പി ആണെങ്കിൽ പ്രഷർ കുറയുന്നുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ ഹാപ്പി എങ്ങനെ ആവും? ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പീപ്പിൾ യൂസ് ടു ആസ്ക്. അതിന് ഈ ഒരു ഭൂമിയിൽ നമ്മൾ ഒരുപാട് ഇൻട്രാക്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഐ ആം ഹാപ്പി വിത്ത് മൈ വർക്ക്, മേ ബി ഐ എം നോട്ട് ഹാപ്പി വിത്ത് മൈ സൺ, മേ ബി ഐ എം നോട്ട് ഹാപ്പി വിത്ത് മൈ ഫാദർ, മേ ബി ഐ എം നോട്ട് ഹാപ്പി വിത്ത് മൈ കലീഗ്. അപ്പം ഇതെല്ലാം ഞാൻ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഈ 5 പേരിലുണ്ടെങ്കിൽ 5ഉം ഡിഫറെൻ്റ് ആണ്. ദിസ് ഹാസ് ഇറ്റ്സ് ഓൺ വർക്ക്, ദിസ് ഹാസ് ഇറ്റ്സ് ഓൺ വർക്ക്. അപ്പം ഞാൻ ഈ സെൻറ്ററിൽ നിന്നുകൊണ്ട് എൻ്റെ പോലെ തന്നെ ബാക്കി എല്ലാവരും വേണം വെച്ചാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പം ഞാൻ എന്നെ എങ്ങനെ ക്ലിയർ ആക്കും? ഐ ഹാവ് ടു ഹാൻഡിൽ എവറിത്തിങ് ഇൻ എനിക്ക് എൻ്റെതിലാണ് പ്രശ്നം, ഞാനാണ് ഇറിറ്റേറ്റ് ആവുന്നത്, സറൗണ്ടിങ് അല്ല. സറൗണ്ടിങ് ഈസ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. യു ക്യാൻ ചേഞ്ച് ദ സറൗണ്ടിങ്, യു ക്യാൻ ചേഞ്ച് ദ പീപ്പിൾ. അപ്പം നമ്മുടെ യുണീക്ക് സ്ട്രാറ്റജി ഓഫ് ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ മെയിനായിട്ട് അതാണ് ചെയ്യുന്നത്. ശരി. ഹാപ്പിനെസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ആ പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞ ആ ഒരു കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, കുറച്ച് എക്സസൈസ് നമ്മുടെ മൈൻഡിനെ ക്ലിയർ ആക്കാനും മൈൻഡിനെ ശാന്തമാക്കാനും ഉള്ള കുറച്ച് എക്സസൈസ് ഉണ്ട്. ആ യൂണിക് മെത്തേഡ് മേജർലി വർക്ക് ചെയ്യുന്നത് മൈൻഡിലാണോ? എത്ര പെർസെൻറ്റേജ് മൈൻഡിൽ, എത്ര പെർസെൻറ്റേജ് മെഡിസിൻ? മെഡിസിൻ, ഡയറ്റ് എല്ലാം ഉണ്ട്. ഡയറ്റ് നമ്മൾ പേഷ്യൻറ്റോട് പറഞ്ഞു കൊടുക്കും. ആക്ച്വലി ഈ ഡയറ്റ് ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര കർശനമായ ഡയറ്റല്ല, ഇത് കഴിച്ചൂടാ അത് കഴിച്ചൂടാ അങ്ങനെയുള്ളതല്ല. മൈൻഡ് ശാന്തമാക്കുക, ഡയറ്റ് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഡോക്ടർ. ഇറ്റ്സ് എ മിക്സ്ഡ് അപ്രോച്ച് പറയാം. മെഡിസിൻ തന്നെ കഴിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ, ഐ എം അലോപ്പതിക് ഡോക്ടർ. അപ്പം മെഡിസിൻ്റെ വാല്യൂ നമുക്ക് ഒരിക്കലും വേറെ ഒന്നുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. മെഡിസിൻ കഴിക്കേണ്ടടുത്ത് മെഡിസിൻ കഴിച്ചാൽ ഒരു അക്യൂട്ടായിട്ട് നമുക്ക് ബോഡിയിലൊരു അസുഖം വന്നിരിക്കുക, അക്യൂട്ട് കണ്ടീഷനിൽ ഓൺലി ദിസ് മെഡിസിൻസ് വിൽ വർക്ക്. ആ സമയത്ത് വേറെ ഒരു ഇതും ആക്ടിവിറ്റി, പക്ഷേ പേഷ്യൻസിനെ നമുക്ക് റീകവർ ചെയ്ത് ഗ്രാജുവലി കൊണ്ടുവരാം എന്നുള്ളതൊരു സത്യം തന്നെയാണ്, പരമസത്യമാണ്. ഡോക്ടർ, ഇൻസുലിന് സ്ഥിരമായിട്ട് ഒരു 10 വർഷം 20 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഈ ഡയബറ്റീസ് നോർമലൈസ് ചെയ്യാൻ പറ്റുമോ? ഒബ്വിയസ്ലി. എനിക്കിപ്പോൾ ഒരു പേഷ്യൻ്റ് ഉണ്ട്, അത് എനിക്കൊരു എൻ്റെ ഒരു റിസർച്ച് പോലായിരുന്നു. ഡയബറ്റിക് 1 ആയിട്ടുള്ളൊരു പേഷ്യൻ്റാണ്. ഹീസ് ലൈക്ക് 26 ഇയേഴ്സ്. അപ്പം അവന് ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റെ പ്രോഗ്രാം വന്ന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നിനക്ക് ഡയബറ്റീസ് 1 ആണ്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഡയബറ്റീസ് 2 പിന്നെ ഒരു ചാൻസ് ഉണ്ട്, ബട്ട് വി വിൽ സി. പക്ഷേ അവൻ പറഞ്ഞ് നോ മാം, ഐ വിൽ കണ്ടിന്യൂ വിത്ത് യു. അവരുടെ മദറും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. എനിക്കത് ശരിയാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, യു ജസ്റ്റ് ഹെൽപ്പ് മീ എന്ന് പറയും. ഞാൻ ഓക്കെ, യു കണ്ടിന്യൂ. അപ്പോൾ അവന് ആക്ച്വലി ഈ പറഞ്ഞ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. ബൈ ബർത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അവൻ്റെ പോസ്ചർ ശരിയല്ല, സ്ട്രെച്ചർ ശരിയല്ല. ദെൻ ഒരു കണ്ണിങ്ങനെ കോങ്കണ്ണ പോലെ ആയിരുന്നേ, അതിങ്ങനെ ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുമായിരുന്നു, തുറക്കത്തില്ല, ഒരെണ്ണം അങ്ങോട്ടും. പക്ഷേ ഇത് വല്ലപ്പോഴും ഇച്ചിരി തുറക്കും. അവൻ
അവൻ എൻ്റെ അടുത്ത് നിന്ന് വർത്താനം പറഞ്ഞ ഐ ഫീൽ ലൈക്ക് ഈസ് ടോക്കിംഗ് ടു സമ്മൺ എൽസ്. ഓ ശരി ശരി. ആ ഓക്കെ. ആദ്യത്തെ സംഭവമായിരുന്നു. പിന്നെ ബുദ്ധി കുറവായിരുന്നു. അപ്പോൾ ഞാൻ 10 പേർക്ക് ഇരുന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ക്ലാസ് പറഞ്ഞു കൊടുക്കുന്ന ഇവർ ഇങ്ങനെ നോക്കിയിരിക്കും. ആൻഡ് എക്സസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. 1 തവണ 2 തവണ 3 തവണ മനസ്സിലാവത്തില്ല. 10-20 ടൈംസ് ഐ യൂസ് ടു ഹെൽപ്പ് ഹിം. പക്ഷേ എന്തോ ഹി യൂസ് ടു ഡു. ഇന്ന് അവനതെല്ലാം ചെയ്യുന്നുണ്ട്. അവൻ ഈ പറഞ്ഞ പോലെ അന്ന് എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് 30-40 ഒക്കെ ഇൻസുലിൻ എടുത്തോണ്ടിരുന്നതാണ്. ഇപ്പം 5, 10, 3 ഇങ്ങനെയൊക്കെ എടുക്കുന്നത്. കംപ്ലീറ്റ്ലി ക്യൂർ ആവും. ഇപ്പം എനിക്കൊരു കോൺഫിഡൻസ് വന്നു. 30 അവിടെ കിടക്കുന്നു, 3 അവിടെ കിടക്കുന്നു. എന്നിട്ട് ചില ദിവസം അവൻ ഇൻസുലിൻ എടുക്കുന്നില്ല. പക്ഷെ അവൻ ഡെയിലി, ഓൾമോസ്റ്റ് ഡെയിലി ഷുഗർ നോക്കും. രാവിലെ വൈകിട്ട് നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ഫുഡും ഞാൻ പറഞ്ഞൊരു ലൈഫ് സ്റ്റൈലുണ്ട്. അത് അവനൊരു സ്ട്രിക്റ്റ് നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. അവന് വൺ ഓഫ് ദ ഭയങ്കര മിറാക്കിൾ, ഒരു അമേസിങ് സംഭവം അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ കണ്ണ് നോർമലായി. സി നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ കുറയ്ക്കുക, എല്ലാവരും അങ്ങനെ വിചാരിക്കും. പക്ഷെ ആക്ച്വലി അതല്ല. ഷുഗർ ഉണ്ടായ കാരണങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തത്. അവൻ്റെ ഷുഗർ ഉണ്ടായ കാരണങ്ങളും അവൻ്റെ പാൻക്രിയാസ് കേടാണെങ്കിൽ പാൻക്രിയാസിനെ എങ്ങനെ റിജുവിനേറ്റ് ചെയ്തെടുക്കാം എന്നതിൻ്റെ ഇതായിരുന്നു. അപ്പം പാൻക്രിയാസിലേക്കുള്ള സർക്കുലേഷൻ കേടാ, നെർവ്സ് ബാഡാണ്. When we are taking a medicine, this medicine is not going exactly directly to the pancreas. It's spreading all over our body. അപ്പം അവൻ്റെ കണ്ണിലേക്കുള്ള സർക്കുലേറ്ററി പ്രോബ്ലം ഉണ്ടായിരുന്നു, നെർവ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ലിഗമെൻസിന് സ്ട്രെച്ച് ഇല്ലായിരുന്നു, അങ്ങനെ പല കണ്ണിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. വെൻ ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് ദോസ് എക്സസൈസസ് ആൻഡ് ചേഞ്ച് ദ ഫുഡ് ഹാബിറ്റ്സ്, അവൻ്റെ കണ്ണിലേക്കുള്ള സർക്കുലേഷൻ കൂടി. ദെൻ ഈ എക്സസൈസ് ഹെൽപ്പ് ഹിം സോ മച്ച് ദാറ്റ് ഇങ്ങനെ ലാഗായിട്ട് കിടന്ന ഒരു ഐലിഡില്ലേ, അത് 100% നോർമലായി. പക്ഷെ കണ്ണൻ നോർമലായി. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുവാണെങ്കിൽ വി വിൽ ഫീൽ ലൈക്ക് അവനൊരു ചെറിയ കോങ്കൊണ്ടുണ്ടെന്ന് ഉണ്ടെന്നുള്ളത്. അതർവൈസ് നിങ്ങളിപ്പോൾ എന്നോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പോൾ അവന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ നെർവ്സ് എത്ര ബ്രെയിനിനെ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൽ കൂടെ റിജുവിനേറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്ക്. ഇപ്പോൾ അവനൊരു ഷോപ്പിൽ നിൽക്കുക, കണക്ക് കൂട്ടാൻ ഡിഫിക്കൽറ്റി ഉണ്ട്, ബട്ട് ഹീ ക്യാൻ ഡൂ ദാറ്റ്. അവന് എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പേ വരെ ഒരു കല്യാണത്തിന് പോകത്തില്ല, ഒരു പാർട്ടിയിൽ പോകത്തില്ല. ബിക്കോസ് അവൻ പറയും എന്നെ കാണാൻ കൊള്ളത്തില്ല, എല്ലാവരും എന്നെ കളിയാക്കും, അല്ലെങ്കിൽ എനിക്ക് എന്നെ ഭയങ്കര ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആയിരുന്നു. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഹി റിക്കവർഡ് സോ മച്ച്. ഇപ്പം ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. ഇപ്പം അവന് സ്വന്തമായിട്ട് ഏർണിങ്സ് വരെ തുടങ്ങിയിട്ടുണ്ട്. സോ സി, മെഡിസിൻസ് ഹാവ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. അവന് മെഡിസിൻ കൊടുത്തിട്ടില്ല എന്നുള്ളതല്ല, അവൻ്റെ നെർവ്സ് ഒക്കെ റിജുവിനേറ്റ് ചെയ്യാൻ ഞാൻ നല്ലോണം മെഡിസിൻ കൊടുത്തു. സ്റ്റിൽ ഹി ഈസ് ടേക്കിംഗ്. പക്ഷേ അവന് ഷുഗറിൻ്റെ മെഡിസിൻ കുറച്ച് കൊണ്ടുവന്ന് അവനോട് ഞാൻ പറഞ്ഞു, ഈ മെഡിസിൻസ് വൈറ്റമിൻസും കുറച്ച് സപ്ലിമെൻറ്റ്സ് ഉണ്ടല്ലോ മോനെ, ദീസ് തിങ്സ് ആർ ദെയർ ഇൻ നേച്ചർ, യു ഹാവ് ടു മൂവ് വിത്ത് നേച്ചർ. അപ്പം ഒരു 100% അവനെ ഫോളോ ചെയ്തിട്ട് മാത്രമാണ് അത് എനിക്കൊരു റിസൾട്ട് കൊടുക്കാൻ പറ്റും. 100% ഫോളോ ചെയ്യുന്ന ഏതൊരാൾക്കും റിസൾട്ട് ഇതുവരെ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേ ഈ കണ്ടിന്യൂസ് മീൻസ് ഡയബറ്റിക് ആയിട്ട് ഇരിക്കുന്ന ഒരാൾ പിന്നീട് അയാൾക്ക് വേറെ എന്തെങ്കിലും ഓർഗൻസിലേക്ക് അത് ബാധിക്കും? ഒബ്വിയസ്ലി. സി, കണ്ടിന്യൂസ് ആയിട്ട് ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കുക, ഒരു 95% ചാൻസസ് ഉണ്ട് അയാൾക്ക് പ്രഷർ വരാൻ. ഓക്കെ, പിന്നെ അത് കിഡ്നിയിൽ ബാധിക്കും. കിഡ്നി ആയി, ലിവറായി, പാൻക്രിയാസ് ഓൾറെഡി ഡിസീസ്ഡ് ആണ്. എല്ലാ ഓർഗൻസിനെയും ബാധിക്കും. നമ്മുടെ മുട്ടുകൾ, ജോയിൻസ് ഒക്കെ കേടാവാനുള്ള സാധ്യത ഉണ്ട്. ഈ ഡയബറ്റീസ് ശരിക്കും ആരംഭിക്കുന്നത് ഈ ഇൻഡൈജഷനിൽ നിന്നാണോ? നോ, നോട്ട് ലൈക്ക് ദാറ്റ്. പാൻക്രിയാസ് കേടാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ പാൻക്രിയാസ് ഇരിക്കുന്ന നമ്മുടെ അബ്ഡോമിൻ്റെയും ചെസ്റ്റിൻ്റെ അതിലേക്കുള്ള സർക്കുലേഷൻ കുറയാണ്, അത് നശിച്ചു പോവാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്നുണ്ടാവുന്നതാണത്. ഒരുപാട് വ്രതം ഇരിക്കും, പക്ഷേ ആക്ടിവിറ്റീസ് ഇല്ല, അങ്ങനെയുള്ളവർക്കും കേടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ആക്ടിവിറ്റീസും ഇല്ല, ലൈഫ് സ്റ്റൈൽ എപ്പോഴും ടെൻഷൻ. അപ്പോൾ കോർട്ടിസോളും ബോഡിയിൽ റിലീസ് ആവത്തില്ലേ കൂടുതൽ. അപ്പം എപ്പോഴും നോക്കിയാൽ ഷുഗർ വീണ്ടും കൂടും. ഷുഗർ കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രാജുവലി നമ്മുടെ ഞരമ്പുകളിൽ എന്ന് പറയുമ്പോൾ വെസൽസ്, ബ്ലഡ് വെസൽസായി, ലിംഫ് വെസൽസായി, അങ്ങനെ പല സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ടല്ലോ, നെർവസ് സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, അങ്ങനെ ഈ സിസ്റ്റം എല്ലാം കേടാവാൻ തുടങ്ങും. ഒരു ബ്ലഡ് വെസൽ ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ ഇതിന് നല്ല ഇങ്ങനെയുള്ള ഇതുണ്ട് ബ്ലഡ് വെസൽസ്. പക്ഷേ ഈ ഷുഗർ വന്നിട്ട് ഇതിലേക്കുള്ള സർക്കുലേഷനെല്ലാം
ഈ ഷുഗർ ഡിപ്പോസിറ്റ് ആവും ബ്ലഡ് വെസൽസിലേക്ക്. അങ്ങനെ ഇത് കേടായി പോകും. കേടായിട്ട് ഈ ബ്ലഡ് വെസൽസിന് ഇങ്ങനെയുള്ള ആക്ഷൻ ഇല്ലാതെ വരിക ചെയ്യുന്നത്. അങ്ങനെ ഇത് ആക്ച്വലി ഷുഗർ നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഷുഗർ മസിൽസിലേക്ക് പോകണം. പക്ഷേ മസിൽസിലേക്ക് പോകാൻ ഒക്കത്തില്ല. ബിക്കോസ് ഈ ബീറ്റാ സെൽസാണ് നമ്മുടെ പാൻക്രിയാസിലെ ഇത് സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് വരാൻ പറ്റത്തില്ല. ബ്ലഡ് വെസൽസിൽ നിന്ന് അത് മസിൽസിലേക്ക് പോകണ്ടേ. അവിടെ ഇത് കേടായതുകൊണ്ട് ഈ ബ്ലഡ് വെസൽസിൻ്റെ പാൻക്രിയാസിലുള്ള ബീറ്റാ സെൽസ് കേടായതുകൊണ്ട് ഈ സർക്കുലേഷൻ ശരിയാക്കത്തില്ല. അങ്ങനെ ആർത്രൈറ്റിസ് ഉണ്ടാവുന്നു, അങ്ങനെ പല രോഗങ്ങളും ഉണ്ടാവുന്നു. അതുകൊണ്ട് ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ട് ഇത് 100% അത് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഡോക്ടർ, നിങ്ങളുടെ ഈ HLS എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹബ് അല്ലേ, ആ ഒരു പ്രോഗ്രാമിലേക്ക് ആളുകൾക്ക് വരണമെന്നുണ്ടെങ്കിൽ, അതായത് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യുക അല്ലേ, അതുപോലെ പ്രഷർ നോർമലൈസ് ചെയ്യുക, അപ്പോൾ ഇതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാമും ഓഫ്ലൈൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് ഓപ്ഷൻ, എന്താണ്, എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? See, we are giving our phone number. No, you can contact us. Okay, and booking ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷൻ ഓൺലൈനിൽ നമുക്ക് ചെയ്യാം. ഓൺലൈൻ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം യു ക്യാൻ മീറ്റ് മീ. വി ഹാവ് എ സർട്ടൻ റൂം ആൻഡ് എവറിത്തിങ്. അവിടെ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പേഴ്സണലി നമുക്ക് കൺസൾട്ട് ചെയ്യാം. ആൻഡ് ഐ വിൽ ഹെൽപ്പ് യു 100% ടു റിക്കവർ ദാറ്റ്. യു ഡോണ്ട് ബിലീവ്, ഈ ഷുഗറും പ്രഷറിന് പേരുള്ള ഇതിൻ്റെ കൂടെ ഡിപ്രഷൻ മാറുന്നുണ്ട് ആൾക്കാർ. ആർത്രൈറ്റിസ് സുഖമാവുന്നുണ്ട്, തൈറോയ്ഡ് സുഖമാവുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ആ കോങ്കണ്ണ്, അതെല്ലാം സെക്കൻഡറി ആണ്. ബട്ട് ഒരു സംഭവം ശരിയാവുമ്പോൾ അതിൻ്റെ കൂടെ പല സംഭവവും ശരിയാവും. സ്കിന്ന് ഭയങ്കര ഗ്ലോ ആവുന്നുണ്ട്. ഇനിയുള്ള യങ് ജനറേഷനിൽ നമുക്ക് ഈ ഒരു ഷുഗറും കൊളസ്ട്രോളും BP ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റുമോ, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? സാധിക്കും, ഒബ്വിയസ്ലി 100% സാധിക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഷുഗറും പ്രഷറുള്ള പേഷ്യൻസിനെ മെഡിസിൻ കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്ന പാരലലി നമ്മൾ അവരെ അവെയർ ആക്കണം. ഷുഗർ എന്തുകൊണ്ടുണ്ടായി അവരുടെ ലൈഫിൽ, പ്രഷർ എന്തുകൊണ്ടുണ്ടായെന്ന്. അപ്പോൾ അവരത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേ ക്യാൻ ചേഞ്ച് അതായത് ഞാൻ ചെയ്ത തെറ്റിൻ്റെ മക്കൾ ചെയ്താലല്ലേ അവർക്ക് വരത്തുള്ളൂ. അതവർ ചെയ്യാതിരിക്കാനായിട്ട് വി ക്യാൻ ഹെൽപ്പ് ദം. അതുപോലെ ആ പിള്ളേരും അല്ലെങ്കിൽ വരാൻ പോകുന്ന ജനറേഷൻസ് ഈ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയാം ഒരു 90-95% അവർക്കുണ്ടാവില്ല. എന്നുവെച്ചാൽ ഞാനൊരു വലിയൊരു കാര്യം പറയല്ല. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ പപ്പയ്ക്ക് ഷുഗർ ഉണ്ടായിരുന്നു, മമ്മിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ബ്രദറിന് ഷുഗറുണ്ട്, ഓൾമോസ്റ്റ് റിലേറ്റീവ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. 1-2 പേർക്ക് ഇവിടെ ഇല്ലാതെ. പക്ഷേ എനിക്കില്ല. റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ആർ നോൺ വെജിറ്റേറിയൻസ്. ആൻഡ് കുറച്ചൊക്കെ ഉണ്ടല്ലോ തോട്ട് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേ ഓഫ് തിങ്കിങ് ഡിഫറെൻ്റ് ആണ്. അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഡിഫറെൻ്റ് ആണ്. അപ്പം പക്ഷേ ഞാൻ അതിനകത്ത് നിന്നൊരു യുണീക്നെസ് ഉണ്ട് എനിക്ക്. എൻ്റെ തോട്ട് പ്രോസസ്സ് വേറെയാണ്, എൻ്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, എൻ്റെ ഫുഡ് നമ്മൾ പറയത്തില്ലേ ഭക്ഷണ നിയമങ്ങൾ, ഭക്ഷണം കഴിക്കുന്നത് സെയിം ആണെങ്കിലും ഭക്ഷണ നിയമമുണ്ട്. എങ്ങനെ കഴിക്കുന്നു ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇറച്ചിയിലൊക്കെ വിറ്റമിൻ B12 ഒക്കെ നല്ലതുണ്ടെന്ന്. അപ്പോൾ നെർവ്സിനെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇറച്ചി കഴിക്കുന്നില്ല. ഇപ്പോൾ ഇറച്ചി കഴിക്കുന്ന 2 ആളെ കമ്പയർ ചെയ്യുക. നിങ്ങൾ ഇറച്ചി കഴിക്കുന്നത് നല്ലോണം ഇറച്ചി കഴിച്ചു, അതിനകത്ത് B12 കിട്ടുമെന്നുള്ള രീതിയിൽ ഫുള്ള് കഴിച്ചു. പക്ഷേ വാട്ട് യു ആർ ഡൂയിങ്, അത് അമാസായിട്ട് കഴിച്ചിട്ട് ഫുള്ളായിട്ട് കഴിക്കുക. ഇപ്പം കറി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കുക. പക്ഷേ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുക. ഇത് ശരിയാവുമല്ല ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ദ അതർ പേഴ്സൺ ഈസ് ഓൾസോ ഹാവിങ് നോൺ വെജ്. പക്ഷെ അവർ കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് അറിയാം. 2-3 പീസ് സൂപ്പ് പോലെ ഉണ്ടാക്കിയിട്ട് അവർ സൂപ്പി എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും, അതിനകത്ത് 2-3 പീസ് ഇടുക. ഇൻ ദിസ് കണ്ടീഷൻ വാട്ട് ഹാപ്പൻസ്, ഈ ഇറച്ചിയിൽ അല്ലെങ്കിൽ ഈ ഫ്ലഷിലുള്ള വൈറ്റമിൻസ് എല്ലാം ആ സൂപ്പിലേക്ക് റിലീസ് ആവുകയാണ്. വെൻ യു വിൽ ഹാവ് ദാറ്റ് ആപ്റ്റ് എമൗണ്ട്, ആവശ്യമുള്ള കുറച്ച് എമൗണ്ട് അതിനകത്ത് നിന്ന് വൈറ്റമിൻസും മിനറൽസും ബോഡി അബ്സോർവ് ചെയ്യാണ്. അബ്സോർവ് ചെയ്തിട്ട് എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്യണം. അപ്പം എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതിൻ്റെ ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. ഇത് ചെറിയൊരു എമൗണ്ട് കഴിച്ചു, ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തു, അപ്പോൾ അത് ബോഡിയിലേക്കും മസിൽസിലേക്കും ബ്രെയിനിലേക്കും ഹെയറിലേക്കും എല്ലായിടത്തും ഈക്വലായിട്ട് ആവശ്യത്തിനുള്ള രീതിയിലെത്തി.
അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അതൊരു മെഡിസിനായിട്ട് മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഗുണമുള്ളതായിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ആക്ടിവിറ്റീസും നമ്മൾ മലയാളീസ്, എസ്പെഷ്യലി മലയാളീസ് ആൻഡ് ഇന്ത്യൻസ് ഉണ്ടല്ലോ, സൂപ്പ് എന്നുള്ള സംഭവം അവരുടെ ഭക്ഷണത്തിലില്ല. അതെ 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 അതെ. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഉണ്ടല്ലോ കുറച്ച് ഡൈല്യൂട്ടാക്കി തന്നെ കഴിക്കണം. അതിൽ നമുക്ക് ഭയങ്കര എനർജിയാണ്. നമ്മുടെ ഭക്ഷണങ്ങൾ എന്ന് വെച്ചാൽ രാവിലെ ഒരു പുട്ട് കഴിക്കും. പുട്ടൊക്കെ എന്ന് വെച്ചാൽ അതിന് വെള്ളം പോലും ഒരിക്കലും കാണത്തില്ല. അത് പുട്ടും കടലയും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാനേ തോന്നുന്നു, അല്ലാതെ ജോലി ചെയ്യാൻ തോന്നത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇച്ചിരി ഫ്രൂട്ട്സ് കഴിക്കുക, കുറച്ച് അല്ല കഴിക്കുന്ന ഭക്ഷണം തന്നെ കുറച്ച് ഡൈല്യൂട്ട് ആക്കിയിട്ട്. ബെസ്റ്റ് കേരളത്തിലും ഇന്ത്യൻസിനും ഞാൻ പറയട്ടെ, രാത്രിത്തെ ഭക്ഷണം ഉണ്ടെങ്കിൽ പഴങ്കഞ്ഞി എന്ന് പറയത്തില്ലേ പണ്ടത്തെ കാലത്തെ, ദാറ്റ് പഴങ്കഞ്ഞി. അതിനകത്ത് ചോറ് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മൾട്ടിപ്പിൾ വെജിറ്റബിൾസ് ആണ് ഉദ്ദേശിക്കുന്നത്, എരിവില്ലാതെ. കുറേ വെജിറ്റബിൾസ് ഒക്കെ രാത്രിയിൽ വെച്ചിട്ട് ഈ ചോറിനകത്ത് മിക്സ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് വെള്ളത്തിൽ കുറച്ച് ഇങ്ങനെ പത പോലെ വരുമല്ലോ, ജസ്റ്റ് റിമൂവ് ദാറ്റ്. പിന്നെ അതിനെ ബോയിൽ ചെയ്യരുത്. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ് ബാക്ടീരിയ എല്ലാം നാശമായി പോകും. അത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എനർജിയാണ്. ബിക്കോസ് അതെല്ലാം മിനറൽസ് എല്ലാം ഡൈല്യൂട്ടായി ആ വെള്ളത്തിൽ. ആ വെള്ളം നമ്മൾ അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ വയറ്റിൽ നിന്ന് ബ്ലഡ് വെസൽസിന് ഈ ഇൻഗ്രീഡിയൻസിനെ എടുക്കാൻ എളുപ്പമാണ്. എന്നിട്ട് അത് ബോഡിയിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്യും. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എനർജറ്റിക് ഫീൽ ചെയ്യത്തുള്ളൂ. ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക, ഓവറായിട്ട് മിനറൽസ് കഴിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഡോസ് ഇസ് ഓൾസോ. പിന്നെ ഒരു കാര്യം ഫുഡ് ഹാബിറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഭക്ഷണം ചവച്ച് കഴിക്കണം. എനിക്കില്ലാത്തൊരു ശീലം. ചവച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സലൈവ ഉണ്ടല്ലോ, ബോഡിയിലുള്ള ഹോർമോൺസ് പോലെ സലൈവ ഇസ് അത് നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. ഈ സലൈവ മിക്സായിട്ട് തന്നെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ആവണം. എന്നിട്ട് ചവച്ച് സമാധാനത്തെ ചവച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആണ്. ആ സമയത്ത് ഡൈജഷൻ പ്രോപ്പർ ആവും. വയറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനായിട്ടിരിക്കുമ്പോഴേ, ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് കഴിക്കാൻ തോന്നുമോ? നല്ല വിശന്നിരിക്കുമായിരിക്കും, പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കും. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശാന്തമായിട്ട് കഴിക്കണം, മനസ്സും ഹാപ്പി ആയിട്ട് കഴിക്കണം. കുറേ ക്രിമിനലായിട്ടുള്ള വീഡിയോസും കുറേ അതും ഇതുമൊക്കെ മാക്സിമം പീപ്പിൾ ആർ ലൈക്ക് ദിസ്, ലൈക്ക് ദിസ് ദേ ആർ ഈറ്റിംഗ്, കീപ്പിംഗ് ദ മൊബൈൽ ഉണ്ട്. പക്ഷേ ആ സമയം ദൈവമേ, വി ആർ വെരി താങ്ക്ഫുൾ ടു യു, നമുക്ക് ഇത്ര നല്ല ഭക്ഷണം കഴിച്ച് തന്നല്ലോ. ആ സമാധാനത്തോടും സന്തോഷത്തോടു കൂടിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ അസുഖങ്ങൾ ഉണ്ടാവത്തില്ല. ലിമിറ്റിന് കഴിക്കുക. ഓക്കെ. പിന്നെ ഡോക്ടർ, ഈ ഹൈപ്പർ ടെൻഷൻ്റെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ നിങ്ങളുടെ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ? പിന്നെ 100%. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു പേഷ്യൻ്റ് ഉപ്പ് കഴിക്കുന്നില്ല. ഉപ്പ് കഴിച്ചാൽ അത് സലൈൻ ഇറ്റ് ഇൻക്രീസസ് ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ എരിവ് കഴിച്ചാൽ, അപ്പോൾ ഈ പേഷ്യൻ്റ് എരിവും എണ്ണയും ഇതൊക്കെ ഒഴിവാക്കി കൊളസ്ട്രോൾ ഇസ് നോർമൽ, ബട്ട് സ്റ്റിൽ ഷീ ഈസ് ഹാവിങ് ഹൈപ്പർ ടെൻഷൻ ബിക്കോസ് ഓഫ് ഇറ്റ് തോട്ട് പ്രോസസ്. നമ്മുടെ ബ്ലഡ് വെസൽസ് നമ്മൾ എപ്പോഴും സ്റ്റിഫായിട്ടിരിക്കുക, ബോഡീനെ മനുഷ്യന് ഒരിക്കലും റിലാക്സ് ആയിട്ടിരിക്കുന്നില്ല. മറ്റുള്ളവരെ കാണിക്കാനായിട്ട് നമ്മുടെ പോസ്ചർ ഏറ്റവും ബെസ്റ്റ് പൊസിഷനിൽ ഏതാണ് അതാണ് നമ്മൾ അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതാണ് ഒരു മെയിൻ റീസണായിട്ട്. ലൈഫിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാവരിലും കുറച്ച് കുറവുകളുണ്ട്, എല്ലാവരിലും കുറച്ച് നോർമലും. ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ് ആർ ഓൾവേസ് ദെയർ. വൺസ് ഒരു ഫസ്റ്റ് അപ്പിയറൻസിൽ അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഗ്രാജുവലി ഇഫ് സംബഡി ഈസ് റെസ്പെക്ടിങ് യു, ഗെറ്റിംഗ് ക്ലോസ് ടു യു, യുവർ അപ്പിയറൻസ് ഹാസ് ഇറ്റ്സ് ഓൺ വാല്യൂ. ബട്ട് സെക്കൻഡ് തിങ് ഇല്ലേ, വെൻ ദേ ഗോ ഇൻ ടു യു ആൻഡ് അണ്ടർസ്റ്റാൻഡ്സ് യു, യുവർ ക്യാരക്ടർ, യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ തിങ്സ്, അതാണ് ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ഈ ഷോ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. മസ്റ്റ് പിടിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും റിലാക്സ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഈ ബ്ലഡ് വെസൽസിന് പിരിമുറുക്കം വരത്തില്ല. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇങ്ങനെ പിടിച്ച് ബസ്സിലൊക്കെ ഇരിക്കുമ്പോഴല്ലോ ഇരിക്കുന്ന ഒരു പൊസിഷനില്ലേ, നോക്ക് നല്ല 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 മനുഷ്യന്മാർ ഈ ഒരു പിടുത്തമില്ലേ, അത് വിടണം നമ്മൾ. പക്ഷെ അത് റിലാക്സ് ആവാനുള്ള ടെക്നിക്ക് വേറെ ഉണ്ട്. ഒരു കണ്ടിന്യൂസ് കഴിഞ്ഞ 10 വർഷം തൊട്ട് ഇതേ ഒരു പോസ്റ്ററിലിരിക്കുക, രാവിലെ 2 കോട്ട് സൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതേ ഉള്ളു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് പാടാം. അപ്പോൾ ഇതിനെ നമ്മൾ റിവേഴ്സ് ആവാനുള്ള ടെക്നിക്കാണ് നമ്മൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്ത് ആദ്യം കുറച്ച് പാടായിരിക്കും, പക്ഷേ ഗ്രാജുവലി ഇട്ട് ഇവർക്ക് രാത്രി ഉറക്കം പോലും വരത്തില്ല. എത്രയോ ദിവസം അവർ ഉറങ്ങാത്ത രാത്രികളുണ്ടെന്നറിയോ. എന്നിട്ട് വെളുപ്പാങ്കാലം ആവും ഭയങ്കര ഉറക്കം വരും. പക്ഷേ അപ്പോഴും പ്രോപ്പർ ഉറക്കം കിട്ടത്തില്ലല്ലോ. അതൊരു മെയിൻ റീസണാണ് പ്രഷർ കൂടാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അവരെ
മാനസികമായിട്ടൊന്ന് ശാന്തമാക്കാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ആൻഡ് ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ദം. ഓക്കെ, ഗ്രേറ്റ്.